ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് ഇപ്പം സമയം കറക്റ്റ് 12 മണിയായിട്ടുണ്ട്. നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ? ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു മനുഷ്യനില്ല. നോ ഫ്രണ്ട്സ്, നോ കസിൻസ്, നോ ഫാമിലി, നത്തിങ്. ഒറ്റയ്ക്ക് പോയി ചായ കുടിച്ചിട്ട് വരാം. നടന്ന പോണേ, മഴ പെയ്ത് തുടങ്ങി. മിക്കവാറും ഈ മഴ എന്നെ അവിടെ എത്താൻ സമ്മതിക്കാൻ തോന്നണില്ല. അല്ലെങ്കിൽ അങ്ങനെ എന്ത് കാര്യം ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ. വിചാരിച്ചത് പോലെ തന്നെ മഴ പെയ്തിട്ടുണ്ട്. നോക്കാം കുറയോ ഇല്ലയെന്ന്. നല്ല ഇരുട്ടുള്ള വഴിയിലൂടെ നടക്കുകയാണ്. മഴ കുറഞ്ഞു കേട്ടോ, അത്യാവശ്യം മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നടന്നു തുടങ്ങി. എന്ത് ധൈര്യത്തിലാണ് ഈ രാത്രി 12 മണിയായപ്പോൾ ഇറങ്ങി നടക്കണേ എന്ന് ചോദിച്ച് കുറെ നല്ല ചൊറിയുള്ള ആൾക്കാർ വരുമായിരിക്കും. ബട്ട് ഐ ഡോണ്ട് കെയർ. എനിക്ക് നൈറ്റ് ഇങ്ങനെ ഇറങ്ങി ചായ ഒക്കെ കുടിച്ച് വൈബ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ വിൽ ഡു ഇറ്റ്. ഗൈസ്, ഒറ്റ മൈൻഡ് 2.5 കിലോമീറ്റർ കഴിഞ്ഞു. എന്തൊക്കെയാന്ന് പറഞ്ഞാലും ചായ കുടിക്കാൻ തീരുമാനിച്ചു. കണ്ടു അങ്ങനെ ഫൈനലി ഒരു ചായക്കട കണ്ടു. ചായക്കട കണ്ടപ്പോൾ കിട്ടിയൊരു സമാധാനം ഉണ്ടല്ലോ. ഓഫ്, ഈ ഒരു സ്പോട്ട് അറിയുന്ന ആൾക്കാർ കമന്റ് ചെയ്യണേ. ഇത്രയും നടന്ന് വേർത്തൊളിച്ച് ഞാൻ എന്താ ഷോപ്പിന്റെ ഫ്രണ്ടിൽ എത്തി. ആയിക്കോട്ടെ, ടീ ഒരു പ്രത്യേക സുഖമുണ്ട്. ഇനി ഇത് ഞാൻ കുടിച്ചിട്ട് ഇത് കൊള്ളത്തില്ലെങ്കിൽ ഞാൻ മരിക്കേണ്ടി വരും. കേട്ടോ, സമാധാനം. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞു. ചുമ്മാ ഇങ്ങനെ കുത്തിയിരിക്കുന്നു. നല്ലൊരു സ്ഥലമാണ്. അപ്പം ഗുഡ് വൈബ്സ്. ഒറ്റയ്ക്ക് ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന ചായ കുടിക്കുന്നത്. ഇഷ്ടപ്പെട്ടു, നല്ല വൈബ്. ആ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. ആ കുട്ടി കേക്കൊക്കെ കൊണ്ടു തന്നു. ഷുഗർ കട്ട് ആയതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തോളൂ. ഫൈനലി ഗൈസ്, എന്റെ ആഗ്രഹം സാധിച്ചു. ഞാൻ രാത്രിയിൽ പോയി ചായ ഒക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഇതാ ഞാൻ എത്തി. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് കുറേ കഥകൾ പറയാനുണ്ട്, പക്ഷേ ടൈം സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഞാൻ പറയായിരുന്നു പോകുന്ന വഴിക്കൊക്കെ എന്തൊക്കെ നടന്നു എന്നൊക്കെ.